ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേളിലേക്ക് സ്വാഗതം. ഞാനിന്ന് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വളം അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ മിക്ക വീടുകളിലും മഴക്കാലത്ത് കാണുന്നതാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ന വളരെ പ്രയോജനപ്രദമായൊരു വളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ പായൽ, ഇതുണ്ടോ പായൽ. ഈ പായലിനെ ഇങ്ങനെ ചിരകിയെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി നിർത്തിയിരിക്കുകയാണിത്. ഇത് നല്ലൊരു വളമാണ്. പായൽ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ വേസ്റ്റാക്കി കളയും. സാധാരണ ഇതിങ്ങനെ ചിരടിയെടുക്കുക, കണ്ടില്ലേ? ഇതിനിങ്ങനെ അടർത്തിയെടുക്കുക. ഇത് നല്ല സ്പോഞ്ച് പോലെയുള്ളൊരു സാധനമാണ്. ഞാനങ്ങനെ കുറച്ച് എടുത്ത ശേഷം ഇത് കണ്ടോ, ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. ഇത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, ഇനി കുറച്ചുകൂടി ഉണങ്ങാണ്ട്. ഈ വളം നമ്മൾ വളരെ മഴക്കാലത്തിനേക്കാളും വേനൽക്കാലത്തേക്കാണ് ഇത് കൂടുതൽ പ്രയോജനകരം. കാരണം ഇത് ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഇത് ഈർപ്പം എപ്പോഴും മണ്ണിൽ നിലനിർത്തും. ഇതിനോട് കൂടി നമുക്കൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ അടുപ്പ് കത്തിച്ച് ചാരമൊക്കെ ഉള്ളതുകൊണ്ട് ചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന്. ഇത് 3% ഉണങ്ങി തുടങ്ങി. കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. ഈ പച്ച നിറം വാങ്ങി നല്ലപോലെ ഉണങ്ങണം. അതിലേക്ക് ഈ ചാരം അഥവാ വെണ്ണീർ എന്ന് പറയും, ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക. ഞാൻ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചാരം നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, മഴക്കാലത്തിനേക്കാളും വേനൽക്കാലത്തേക്കാണ്. പക്ഷെ നമുക്ക് ഈ മഴക്കാലത്താണ് ഈ പായൽ കിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മളതിനെ ശേഖരിച്ചിട്ട് ഉണക്കി എടുത്ത് വെക്കണം. എന്നിട്ട് ഈ നിങ്ങളുടെ കയ്യിൽ അഥവാ വെണ്ണീർ ചാരയില്ലെങ്കിൽ അതിൻ്റെ 5/1 ഭാഗം ചുണ്ണാമ്പ് പൊടി ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. അതും നല്ലൊരു വളമാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ കുറച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു വെണ്ടയ്ക്ക ചെടിയാണ്. നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഇത് കുറച്ച് ചേർത്തി കൊടുക്കാം. അതിന് വേണ്ടി ആദ്യം ഈ അടിഭാഗം നമുക്കൊന്ന് ഇളക്കണം. മണ്ണ് പന്നികൾ കാരണം ഇതിവിടെ ഒരൊറ്റ തൈയാണ്. നേരത്തെ വെച്ചതൊക്കെ വേറെ ഭാഗത്താണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഇതങ്ങോട്ട് വെതറി കൊടുക്കാം. ചാരവും പായലും കൂടി ചേർത്തി മിശ്രിതമാണ്. ഇതിന് ശേഷം നമുക്ക് മണ്ണിട്ടതിനെ ഒന്ന് മൂടണം. ഇത് നിന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല വളം മാത്രമല്ല, ഇത് നല്ല മണ്ണിന് സ്പോഞ്ച് പോലെ നിൽക്കണതുകൊണ്ട് വെള്ളം പിടിച്ചെടുത്ത് എപ്പോഴും ഈർപ്പം നിലനിർത്തും. അതിനത്രയും മതി. ഇനി ഇതെൻ്റെ ഓറഞ്ച് ചെടിയാണ്, കണ്ടില്ലേ? ഓറഞ്ചൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം നിറയെ ഓറഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കണം. അയ്യോ, എൻ്റെ ഓറഞ്ചൊക്കെ എന്താ അത് വാടി വീണിരിക്കുന്നു. ശ്രദ്ധിച്ചില്ല, 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധ വരുന്നില്ല. ഈ ഓറഞ്ച് നമ്മുടെ സാധാരണ ഓറഞ്ച് പോലെ അത്രയൊന്നും വലുതാവില്ല. ചെറിയ ഓറഞ്ചായിരിക്കും. പക്ഷെ ഉള്ളിൽ നിറയെ ജ്യൂസാണിത്. നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, നിറയെ പ്രാവശ്യം കായ പിടിച്ചു. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ സംശയം. നിറയെ കായകൾ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിതിനു കൂടി കുറച്ച് ഇതങ്ങോട്ട് ചേർത്തി കൊടുക്കാം. ഞാനിതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുണ്ണാമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിനിയിപ്പോൾ ഇങ്ങനെ വെച്ചാൽ മഴയില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ മഴയൊക്കെ 2 ദിവസമായിട്ടൊന്നും ഇല്ല. മണ്ണൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ മിശ്രിതം കുറച്ച് കടക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, വെണ്ണീറില്ലെങ്കിൽ ലേശം ചുണ്ണാമ്പ് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ അത് കാണും. മിക്കവാറും വീടുകളിൽ ചാരം ഉണ്ടാവും. ചാരം മീൻസ് വെണ്ണീർ.
കൊടുക്കാം. നമുക്കിതങ്ങ് എന്നിട്ട് മണ്ണിട്ട് മൂടിക്കെടുക്കണം. പന്നികൾ വരാതിരിക്കാനാണ് ഞാൻ ഈ സാരിയൊക്കെ തടസ്സം വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് അതൊന്നും ഒരു ഹേതുവൊന്നുമല്ല. എങ്കിലും നമുക്കിത് എല്ലാ ഭാഗത്തും ഇങ്ങനെ മൂടി മൂടി കൊടുക്കാം. മഴ പെയ്യുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് അതിലേക്ക് പിടിച്ചോളും. ഇതെൻ്റെ അൽഫോൻസ് മാമ്പഴത്തൈയാണ്, മാവുമ്മയുടെ. അതിലേക്കും കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇനി ആ പായലൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, അതെല്ലാം ഇനി എടുത്ത് എനിക്ക് ഉണക്കി എടുത്തിട്ട് വേണം ഇതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി ചെടികളൊക്കെ അതുപോലെ തന്നെ പൂച്ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. പൂച്ചെടികളൊക്കെ നല്ല പോലെ തഴച്ച് വളർന്നു വരും, നിറയെ പൂക്കളും ഉണ്ടാവും. ഇത് വേനൽക്കാലത്ത് നിങ്ങൾ ചെയ്യണം. ഇപ്പം തന്നെ ഇങ്ങനെ മതിലിലോ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന പായലുകളെല്ലാം നമ്മൾ സാധാരണ പണിക്കാരെ വീട്ടെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെക്കാറുണ്ട്. ഈ സമയത്ത് നമുക്കിത് ശേഖരിക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ശേഖരിച്ച് ഉണക്കിയെടുത്ത് വയ്ക്കുക. എന്നിട്ട് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണം. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഓറഞ്ചൊക്കെ പഴുക്കാറായി, നിറം മാറി വരുന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തണം. ഇനി മുതൽ പായലുകളൊന്നും വെറുതെ കളയരുത്. എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.